യേശുവിനെ കണ്ടെത്തിയതോടെ സിനിമാ അഭിനയം ഉപേക്ഷിച്ച് കത്തോലിക്ക സന്യാസ ജീവിതം തുടങ്ങി 33-ാം വയസ്സിൽ കടന്നുപോയ സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റിന്റെ നാമകരണ നടപടികൾക്ക് തുടക്കം. സിസ്റ്റർ ക്ലെയറിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള രൂപതാതല നടപടികൾക്ക് മാഡ്രിഡിലെ അൽകാല ഡി ഹെനാറസ് കത്തീഡ്രലിലാണ് തുടക്കമായത്. വിശുദ്ധ പദവിയിലേക്കുള്ള ആദ്യ കടമ്പയാണ് ഇത്. 8 വർഷം മുൻപ് തെക്കേ അമേരിക്കയിൽ വൻ നാശം വിതച്ച ഭൂകമ്പത്തിലാണ് സിസ്റ്റർ ക്ലെയർ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടത്. 1982 നവംബർ 14 വടക്കൻ അയർലൻഡിലെ ഡെറിയിലാണ് ക്ലെയർ ക്രോക്കറ്റ് ജനിച്ചത്. ചെറുപ്പത്തിൽ അഭിനയിക്കാനും സുഹൃത്തുക്കളോടൊപ്പം കഴിയാനും അവൾ ഇഷ്ടപ്പെട്ടിരുന്നു. സെക്കൻഡറി സ്കൂളിൽ സാഹിത്യത്തിലും നാടകത്തിലും കൂടുതൽ താൽപര്യം പ്രകടിപ്പിച്ചു. 14-ാം വയസ്സിൽ ഒരു അഭിനയ ഗ്രൂപ്പിൽ ചേർന്നു. 15-ാം വയസ്സിൽ അവൾക്ക് ആദ്യ ജോലി ലഭിച്ചു. ചാനൽ 4ന്റെ TV അവതാരികയായും നടിയായും എഴുത്തുകാരിയായും സംവിധായികയായും ക്ലെയർ ക്രോക്കറ്റ് ജോലി ചെയ്തു. വളരെ ചെറുപ്പം മുതലേ അഭിനേത്രിയാകാൻ അവൾ ഏറെ ആഗ്രഹിച്ചിരുന്നു. സൺഡേ എന്ന സിനിമയിലാണ് ക്ലെയർ ക്രോക്കറ്റ് ആദ്യം അഭിനയിച്ചത്. 2000-ലെ വിശുദ്ധ വാരത്തിലാണ് സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവം നടന്നത്. സെർവന്റ് സിസ്റ്റേഴ്സ് ഓഫ് ദി ഹോം ഓഫ് ദി മദർ സന്യാസ സമൂഹം സ്പെയിനിലേക്ക് സംഘടിപ്പിച്ച സൗജന്യ യാത്രയിൽ പങ്കെടുത്തത് വഴിത്തിരിവായി മാറുകയായിരുന്നു. 10 ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ഇടയായി. ധ്യാനത്തിനിടെയുള്ള ദുഃഖവെള്ളിയാഴ്ച വിശ്വാസികൾ കുരിശിൽ യേശുവിന്റെ പാദങ്ങൾ ചുംബിക്കുന്നത് കണ്ടത് ക്ലെയർ ക്രോക്കറ്റിനെ സംബന്ധിച്ച് പുതിയ അനുഭവമായിരുന്നു. ഊഴം വന്നപ്പോൾ അവളും കുരിശുരൂപം ചുംബിച്ചു. ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ആ ചുംബനമാണ് ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന് ക്ലെയർ ക്രോക്കറ്റ് തന്നെ പങ്കുവച്ചിരുന്നു. ആ സമയത്ത് എനിക്ക് വേണ്ടി കർത്താവ് കുരിശിലാണെന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്ന് മനസ്സിൽ അനുഭവപ്പെട്ടതായി ക്ലെയർ വെളിപ്പെടുത്തി. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടൽ ജീവിതം മുഴുവൻ പടരുകയായിരുന്നു. അനുഭവിച്ചറിഞ്ഞ ഈശോയെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കുവാൻ ക്ലെയർ ക്രോക്കറ്റ് തീരുമാനമെടുത്തു. 2001-ൽ 18-ാം വയസ്സിൽ സെർവന്റ് സിസ്റ്റേഴ്സ് ഓഫ് ദി ഹോം ഓഫ് ദി മദർ സന്യാസ സമൂഹത്തിൽ അവൾ പ്രവേശിച്ചു. 2006-ൽ തന്റെ പ്രഥമ വ്രതവാഗ്ദാനവും 2010-ൽ തന്റെ നിത്യവ്രതവാഗ്ദാനവും അവൾ എടുത്തു. സ്വജീവിതം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച നാളുകൾ. സ്പെയിൻ, ഫ്ലോറിഡ, ഇക്വഡോർ എന്നിവിടങ്ങളിലെ വിവിധ കമ്മ്യൂണിറ്റികളിൽ സേവനമനുഷ്ഠിച്ചു. അനുഭവിച്ച ഈശോയെ അനേകർക്ക് പകർന്നു നൽകി. അനേകരെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നയിച്ചു. 2016 ഏപ്രിൽ 16 ഇക്വഡോർ ഭൂകമ്പത്തിൽ സിസ്റ്റർ ക്ലെയർ താമസിച്ചിരുന്ന ഭവനം തകർന്നു. മണിക്കൂറുകൾക്ക് ശേഷം സിസ്റ്ററെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിർജീവമായി കണ്ടെത്തി. സിസ്റ്ററുടെ മരണശേഷം ജീവിതകഥ ഏറെ ശ്രദ്ധ നേടി. സ്ത്രീത്വത്തിന്റെ പ്രചോദനാത്മക ഉദാഹരണം എന്ന വിശേഷണത്തിന് സിസ്റ്റർ ക്ലെയർ അർഹയായി. ഓൾ ഓർ നത്തിങ് എന്ന സിനിമ സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റിന്റെ ജീവിതത്തെ കേന്ദ്രമാക്കിയായിരുന്നു.